ഔസുബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദിൻ കമാ സല്ലൈത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീമ ഇന്നക ഹമീദും മജീദ്. അല്ലാഹുമ്മ ബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദിൻ കമാ ബാരക്ത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീമ ഇന്നക ഹമീദും മജീദ്. അൻ അബീ ഹുറൈറത അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാല അസ്സിയാമു ജുന്നത്തുൻ ഫലാ യർഫുസ വലാ യജ്ഹൽ വ ഇൻ ഇംറുഉൻ ഖാതലഹു ഔ ഷാതമഹു ഫൽ യഖുൽ ഇന്നി സായിമുൻ മറത്തൈനി. ബുഖാരി കിതാബു സൗം. ഹസ്രത്ത് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്നു, റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നോമ്പ് പരിചയാകുന്നു. അതുകൊണ്ട് നോമ്പ് എടുക്കുന്ന അവസരത്തിൽ ഒരാളും തന്നെ അനാവശ്യമായ സംസാരങ്ങളിൽ ഏർപ്പെടരുത്. ബുദ്ധിമോശമുള്ള കാര്യങ്ങൾ പറയുകയോ ചെയ്യുകയോ അരുത്. ആരെങ്കിലും അവനെ അഥവാ നോമ്പുകാരനെ തെറി പറയുകയോ അല്ലെങ്കിൽ അവനോട് ശണ്ട കൂടുകയോ ചെയ്യുകയാണെങ്കിൽ ഞാൻ നോമ്പുകാരനാണ് എന്ന് 2 വട്ടം പറഞ്ഞ് ആ ശണ്ട കൂടുന്ന ആളിൽ നിന്ന് നോമ്പുകാരൻ ഒഴിഞ്ഞു മാറട്ടെ. ഇന്നത്തെ റമദാൻ ദർസിൻ്റെ വിഷയം റമദാൻ്റെ തത്വശാസ്ത്രം എന്നതാണ്. ഇസ്ലാം നിർദ്ദേശിക്കുന്ന എല്ലാ ആരാധനാ കർമ്മങ്ങൾക്കും എല്ലാ കൽപ്പനകൾക്കും എല്ലാ വിലക്കുകൾക്കും കൃത്യമായ തത്വദർശനങ്ങളും യുക്തിയും ഇസ്ലാം മനസ്സിലാക്കി തരുന്നുണ്ട്. അത് ഇസ്ലാമിക ആരാധനകളാണെങ്കിലും വിധിവിലക്കുകളാണെങ്കിലും അതൊക്കെ പാലിക്കുന്ന ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ബുദ്ധിയെ മാറ്റി നിർത്തിക്കൊണ്ടോ അല്ലെങ്കിൽ അവന് മനസ്സിലാകാത്ത രീതിയിലോ ഉള്ള ഒരു പാഠവും അവന് നൽകുന്നില്ല. ഇസ്ലാം ഈ ആരാധനാനുഷ്ഠാനങ്ങളെല്ലാം ചെയ്യുമ്പോൾ ഒരു വ്യക്തിയുടെ ബുദ്ധിപരമായ യുക്തിപരമായ ചിന്തയെ തീർച്ചയായും തട്ടി ഉണർത്തുകയും അവനൊരിക്കലും തന്നെ അസ്വസ്ഥതയില്ലാത്ത വിധത്തിൽ അതനുഷ്ഠിക്കുന്നതിനുള്ള സാഹചര്യം ഒരുക്കി കൊടുക്കുകയും ചെയ്യുന്നു. ഈ കാര്യത്തിൽ നോമ്പിനെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം നോമ്പിനെ സംബന്ധിച്ച് പറഞ്ഞു തന്ന കാര്യങ്ങളിൽ വളരെ വ്യക്തമായി തന്നെ എന്തൊക്കെയാണ് നോമ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നും ഏതെല്ലാം രീതിയിലാണ് ഒരു നോമ്പുകാരൻ വർത്തിക്കേണ്ടത് എന്നതിനെ സംബന്ധിച്ചും കൃത്യമായ പാഠങ്ങൾ ഇസ്ലാം നൽകുന്നുണ്ട്. വിശുദ്ധ ഖുർആൻ നോമ്പിൻ്റെ 3 ഉദ്ദേശങ്ങളാണ് നമുക്ക് മുന്നിൽ വിവരിച്ചു തരുന്നത്. ഒന്ന്, അതിൻ്റെ ഈ നോമ്പിനെ സംബന്ധിച്ചുള്ള ആയത്തിൽ തന്നെ ആദ്യത്തേതിൽ തന്നെ പറഞ്ഞത്, യാ അയ്യുഹല്ലദീന ആമനു കുത്തിബ അലൈക്കുമു സിയാമു കമാ കുത്തിബ അലല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ. നിങ്ങൾക്ക് നോമ്പ് എന്തിനു വേണ്ടിയാണ് നിർബന്ധമാക്കിയിട്ടുള്ളത്? ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ ഭയഭക്തിയുള്ളവരായിത്തീരുന്നതിന് വേണ്ടിയാണ്. പിന്നെ അതിനെ തൊട്ടടുത്ത ആയത്തുകളിൽ പറയുന്നത് എന്താണ്? വലി തുക്കബിറുല്ലാഹ അലാമാ ഹദാക്കും, അള്ളാഹുവിൻ്റെ മാർഗദർശനങ്ങൾ അനുസരിച്ച് അവൻ്റെ മഹത്വത്തെ പ്രകീർത്തിക്കുന്നതിന് വേണ്ടിയാണ്. പിന്നെ 3ാമത്തെ ഘടകമായി പറഞ്ഞത് ലഅല്ലക്കും തഷ്കുറൂൻ, നിങ്ങൾ അവനോട് നന്ദി കാണിക്കുന്നവരായി തീരുന്നതിനാണ്. ചുരുക്കത്തിൽ ഒരു മുസ്ലിമിൻ്റെ മനസ്സിൽ ദൈവഭയം അല്ലെങ്കിൽ ദൈവഭക്തി ഉണ്ടാകുന്നതോടുകൂടി അവൻ തൻ്റെ എല്ലാ കാര്യങ്ങളും ദൈവേച്ഛയെ മുൻനിർത്തിക്കൊണ്ട് അല്ലെങ്കിൽ അതിനെ പരിഗണിച്ചുകൊണ്ടാണ് അവൻ ചെയ്യുന്നത്. ഈ ഒരു സവിശേഷത കൊണ്ട് അവന് മോശമായ കാര്യങ്ങളോട് വിരോധവും അതോടൊപ്പം തന്നെ സൽക്കർമ്മങ്ങളോട് ഒരു പ്രത്യേക അഭിവാഞ്ഛയും താല്പര്യവും ആവേശവും ഉണ്ടാകുകയും ചെയ്യുന്നു. അതിന് കാരണം ജീവിതം അള്ളാഹുവിൻ്റെയും അവൻ റസൂലിൻ്റെയും ഇച്ഛയ്ക്ക് അനുസൃതമായിട്ട് ആകണം എന്ന ആഗ്രഹമുള്ളവൻ അവനാണ് വാസ്തവത്തിൽ മുത്തക്കി എന്ന് പറയപ്പെടുന്നത്. അതാണ് ഖുർആൻ പറഞ്ഞത് ലഅല്ലക്കും തത്തഖൂൻ, നോമ്പെടുക്കുന്നതിൻ്റെ
ആത്യന്തികമായ ലക്ഷ്യം അവൻ മുത്തക്കിയായി തീരുക, അള്ളാഹുവിനെ ഭയപ്പെടുന്ന ആളായി തീരുക, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകളെ മനസ്സിലാക്കി അതനുസരിച്ച് ജീവിക്കുന്നവനായി തീരുക എന്നുള്ളതാണ്. വളരെ ചെറിയ രീതിയിൽ അതിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ, എന്തൊന്നാണോ അള്ളാഹു ഇഷ്ടപ്പെടുന്നത് അത് ചെയ്യാനുള്ള താല്പര്യമുണ്ടാവുകയും അള്ളാഹു വെറുക്കുന്നതിനെ അള്ളാഹു വെറുക്കുന്നു എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിൽ നിന്ന് പിന്മാറുകയും ചെയ്യുക എന്നതാണ് വാസ്തവത്തിൽ തഖ്വ എന്നതിൻ്റെ പൊതുവായ പൊരുൾ. രണ്ടാമത്തെ കാര്യമായി എടുത്തു പറഞ്ഞത് അള്ളാഹുവിൻ്റെ മഹത്വത്തെ പ്രകീർത്തിക്കുന്നവരും അതിനെ അംഗീകരിക്കുകയും ചെയ്യുന്നവനായി തീരുക എന്നുള്ളതാണ്. അതായത് അള്ളാഹു അല്ലാതെ മറ്റാരെയും അല്ലെങ്കിൽ മറ്റെന്തിനെയെങ്കിലും ആരാധിക്കുക എന്നൊരു സംഗതി അവൻ്റെ സങ്കല്പത്തിൽ പോലും ഉണ്ടാകാൻ പാടില്ല. യഥാർത്ഥ തൗഹീദിനെ നാവുകൊണ്ടും ഹൃദയം കൊണ്ടും ഏറ്റുപറഞ്ഞുകൊണ്ട് സ്വയം അതിനുവേണ്ടി അള്ളാഹുവിൻ്റെ മഹത്വത്തിനായി സമർപ്പണം ചെയ്യുക. അതുകൊണ്ടാണ് റമദാന് ശേഷം പെരുന്നാൾ നമസ്കാര വേളയിൽ കൂടുതലായി തക്ബീർ ചൊല്ലുന്നതിന് വേണ്ടി നിർദ്ദേശിച്ചിട്ടുള്ളത്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്. ഇതാണ് തക്ബീറിൻ്റെ വാക്കുകൾ. പിന്നെ മൂന്നാമതായി പറഞ്ഞത് നന്ദി പ്രകടിപ്പിക്കുന്നവനായി തീരുന്നതിന് വേണ്ടിയാണ് എന്നാണ്. അറബി ഭാഷയിൽ നന്ദി പ്രകടിപ്പിക്കുക എന്നതിനുണ്ട് അർത്ഥം അല്ലെങ്കിൽ കൊണ്ട് വീക്ഷിക്കുന്നത് വിലമതിക്കുക, അതിനെ പൂർണ്ണമായ അതിൻ്റെ അവകാശങ്ങൾ അത് അനുവദിച്ചു കൊടുക്കുക എന്നൊക്കെയാണ്. അള്ളാഹുവിനോട് നന്ദി പ്രകടിപ്പിക്കുക എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മനുഷ്യൻ്റെ എല്ലാ തരത്തിലുള്ള അവൻ്റെ കർമ്മങ്ങളാണെങ്കിലും അവൻ്റെ ശരീരഭാഗങ്ങളാണെങ്കിലും അവൻ്റെ ബുദ്ധിയും അവൻ്റെ ഹൃദയവും അവൻ്റെ നാവും കണ്ണും കാതും കൈയും കാലും എല്ലാം തന്നെ അള്ളാഹുവിൻ്റെ കൽപ്പനകൾക്ക് വിധേയമായിക്കൊണ്ട് അവൻ ഉപയോഗിക്കുക എന്നുള്ളതാണ്. ഈ ശരീരഭാഗങ്ങൾ കൊണ്ട് അനുവദനീയമല്ലാത്ത കാര്യങ്ങൾ ചെയ്യാതിരിക്കുകയും അവന് അനുവദിക്കപ്പെട്ടുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുകയും വേണം. അപ്പോഴാണ് അള്ളാഹുവിനോട് യഥാർത്ഥ നന്ദിയുള്ളവനായി അവന് തീരാൻ കഴിയുന്നത്. അല്ലെങ്കിൽ അങ്ങനെ ആകുമ്പോഴാണ് ഒരാൾ നന്ദിയുള്ളവനാണ് എന്ന് അവന് സ്വയം അതിനെ സംബന്ധിച്ച് അവന് പറയാനുള്ള അർഹത ഉണ്ടായിത്തീരുന്നത്. പിന്നെ റമദാൻ ഇതൊക്കെ പ്രാവർത്തിക രൂപത്തിൽ കൊണ്ടുവരുന്നതിനുള്ള പരിശീലന കളരിയാണ്. അഥവാ ആ ഒരു കൃതജ്ഞതയ്ക്കുള്ള പരിശീലനം നേടുന്നതിനുള്ള മാസമാണ് വാസ്തവത്തിൽ ഈ റമദാൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ചുരുക്കത്തിൽ ഈ മൂന്ന് ഉദ്ദേശങ്ങൾക്കും പരസ്പരം വളരെ അഭേദ്യമായ ബന്ധമുണ്ട്. തഖ്വയിലൂടെ മനുഷ്യനെ മാനസികമായ നിലയിൽ തയ്യാറാക്കുന്നു. അള്ളാഹുവിൻ്റെ മഹത്വത്തെ പ്രകീർത്തിക്കുന്നതിലൂടെ, നന്ദി പ്രകടിപ്പിക്കുന്നതിലൂടെ കർമ്മരംഗത്ത് അതിൻ്റെ വളരെ പ്രകടമായ വിപ്ലവകരമായ മാറ്റമാണ് ഉണ്ടാകുന്നത്. ഈ മൂന്ന് സവിശേഷതയും ഉള്ളവർക്ക് ലഭ്യമാകുന്നത് അവർ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും വിജയം കൈവരിക്കുന്നു എന്നതാണ്. അത്തരത്തിലുള്ള സമൂഹത്തിലെ വ്യക്തി വളരെയേറെ ഭാഗ്യവാനുമാണ്. കാരണം അങ്ങനെയുള്ള ഒരു സമൂഹത്തിൽ പരസ്പരം സ്പർദ്ധയും അതുപോലെ തന്നെ വിദ്വേഷവും ഉണ്ടാകുന്നതല്ല. ചുരുക്കത്തിൽ റമദാൻ്റെ ആത്യന്തികമായ ലക്ഷ്യമായി വിശുദ്ധ ഖുർആൻ നമുക്ക് പറഞ്ഞു തരുന്നത് അള്ളാഹുവിനെ ഭയപ്പെടുന്നവനായി തീരുക, അവൻ്റെ കർമ്മങ്ങളിലും അവൻ്റെ വാക്കുകളിലും അവൻ്റെ എല്ലാ തരത്തിലുള്ള ഇടപാടുകളിലും എല്ലാത്തിലും തന്നെ അള്ളാഹുവിനെ അവൻ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കുക എന്നുള്ളതാണ്. അതിനുള്ള പരിശീലനമാണ്. മറ്റൊന്ന് അള്ളാഹുവിനെ പ്രകീർത്തിക്കുന്നവനായി മാറുക. എല്ലാ ചെറുതും വലുതുമായ എല്ലാ നന്മകളിലും അള്ളാഹുവിനെ പ്രകീർത്തിക്കുക. അതിൽ തിന്മകളിൽ നിന്ന് വിട്ടു നിൽക്കുന്നതിനുള്ള സൗഭാഗ്യം കിട്ടുന്നതിലും അള്ളാഹുവിനെ പ്രകീർത്തിക്കുന്നവനായി മാറുക. അത് ജീവിതത്തിൻ്റെ ഭാഗമാക്കുക. പിന്നെ അള്ളാഹുവിനോട് നന്ദി പ്രകടിപ്പിക്കുന്നവനായി തീരുക. ഈ മൂന്ന് കാര്യങ്ങളാണ് വിശുദ്ധ ഖുർആൻ നമുക്ക് മനസ്സിലാക്കി തരുന്നത്. അതിനെ പ്രാവർത്തികമാക്കുന്നതിനും അതിനെ ജീവിതത്തിൻ്റെ ഭാഗമാക്കി മാറ്റുന്നതിനുമാണ് റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് വിവിധ രീതിയിൽ അതിനെ സംബന്ധിച്ചുള്ള പാഠങ്ങൾ നൽകിയിട്ടുള്ളത്. അള്ളാഹു നമുക്ക് ശരിയായ രീതിയിൽ ഈ റമദാനെ സ്വായത്തമാക്കുന്നതിനും അതിൻ്റെ ശരിയായ ആ തത്വ രഹസ്യത്തെ മനസ്സിലാക്കിക്കൊണ്ട് ആ റമദാനെ ജീവിതത്തിൽ മുഴുവനും പ്രാവർത്തികമാക്കുന്നതിനും ജീവിതത്തിലുടനീളം ആ റമദാൻ്റെ അനുഗ്രഹങ്ങൾക്ക് അവകാശികളായി തീരുന്നതിനും തൗഫീക്ക് നൽകുമാറാകട്ടെ. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.